ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റാണ്. എംകോമിൻ്റെ സെക്കൻഡ് സെമ്മിലാണ് ഈ ഒരു സബ്ജക്റ്റ് വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് പോകാം. ഫസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഡെഫിനിഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുകയാണെങ്കിൽ സാക്രിഫൈസ് ഓഫ് സർട്ടൻ പ്രസൻറ്റ് വാല്യൂ ഫോർ സം അസർട്ടൈനിങ് ഫ്യൂച്ചർ വാല്യൂ. അതായത് നമുക്കിപ്പോൾ അറിയാവുന്ന നമ്മളുടെ പ്രസൻറ്റ് വാല്യൂ സാക്രിഫൈസ് ചെയ്യുന്നത് ഒരു ഫ്യൂച്ചറിൽ ഒരു വാല്യൂ അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അറിയാത്ത ഒരു അൺസർട്ടൺ ആയിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് നേടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമുക്കറിയാവുന്ന നമ്മളുടെ പ്രസൻറ്റ് വാല്യൂ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നത്. അതിനെയായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡൈമെൻഷൻസ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. എലമെൻറ്റ്സ് ഓഫ് സാക്രിഫൈസ്. എലമെൻറ്റ്സ് ഓഫ് സാക്രിഫൈസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ ഫ്യൂച്ചർ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് നമ്മളിപ്പം ഒരു ഫിനാൻഷ്യൽ റിസോഴ്സസൊക്കെ തന്നെ നമ്മളിപ്പോൾ സാക്രിഫൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെ എലമെൻറ്റ്സ് ഓഫ് സാക്രിഫൈസ് എന്നാണ് പറയുന്നത്. ഫ്യൂച്ചർ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ഫിനാൻഷ്യൽ റിസോഴ്സസ് സാക്രിഫൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എലമെൻറ്റ്സ് ഓഫ് ടൈമാണ്. എലമെൻറ്റ്സ് ഓഫ് ടൈം എന്ന് പറയുകയാണെങ്കിൽ ഒരു സർട്ടൺ പീരീഡിലേക്കായിരിക്കും നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പം ഹോൾഡ് ചെയ്യുന്നത്. ചിലപ്പം ലോങ് പീരീഡ് ആവാം, അല്ലെങ്കിൽ ചിലപ്പം ഷോർട്ട് ആയിട്ടുള്ളൊരു പീരീഡിലേക്കാവാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് എലമെൻറ്റ്സ് ഓഫ് റിസ്ക്. ഇപ്പം ഏതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും അതിന് ധാരാളം റിസ്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും. കാരണം നമ്മളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമുക്ക് അൺസർട്ടൺ ആണ്, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം ധാരാളം റിസ്ക് വരുന്നതായിരിക്കും. അതാണ് ഈ എലമെൻറ്റ്സ് ഓഫ് റിസ്ക്. അടുത്തത് എക്സ്പെക്റ്റേഷൻ ഓഫ് ഗെയിൻ. എക്സ്പെക്റ്റേഷൻ ഓഫ് ഗെയിൻ എന്ന് പറയുന്നത് നമുക്കിപ്പം ഒരു ഗെയിൻ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളിപ്പം ഈ ഒരു റിസ്ക് ആയാലും ടൈം ആയാലും എല്ലാം തന്നെ നമ്മൾ എടുക്കുന്നത്. ഒരു ഗെയിൻ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ. അതാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഗെയിന്. ഇനി അടുത്തതെന്ന് പറയുകയാണെങ്കിൽ ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ദ ഡൈമെൻഷൻസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് ഏതൊക്കെയാണെന്നാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് എക്കണോമിക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. എക്കണോമിക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട്, ഫ്യൂച്ചറിൽ ഒരു ബെനിഫിറ്റ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മളിപ്പം മണി ആയാലും അല്ലെങ്കിൽ റിസോഴ്സസ് ആയാലും സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിന് എക്കണോമിക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ്, ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റ്സ്, ഈ ഒരു ഡെവലപ്മെൻറ്റ്സ് ഒക്കെ തന്നെ നടത്തുന്നത് നമുക്ക് ഫ്യൂച്ചറിൽ നല്ല ബെനിഫിറ്റ്സ് ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഇതെല്ലാം തന്നെ ഡെവലപ്പ് ചെയ്യുന്നത്. ഇതാണ് എക്കണോമിക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്നതാണ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പം അസറ്റ് പർച്ചേസ് ചെയ്യുന്നു. ഏതൊക്കെ ടൈപ്പിലാണെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റോക്ക്, ബോണ്ട്, മ്യൂച്വൽ ഫണ്ട്സ്, അങ്ങനെയുള്ള അസറ്റുകൾ പർച്ചേസ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ഇതാണ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അടുത്തത് പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റ്. പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ നോളജ്, ഹെൽത്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ നമ്മളുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. ഇനി അടുത്തത് കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം കമ്പനീസിൻ്റെ ഒക്കെ തന്നെ ഗ്രോത്തിനും സക്സസ്സിനും ഒക്കെ തന്നെ വേണ്ടിയിട്ടായിരിക്കും ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ബിസിനസ് ഇപ്പം എക്സ്പാൻഡ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ഉള്ളൊരു ഓപ്പറേഷനാണ് നമ്മളുടെ കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത്രയുമായിരിക്കും നമ്മളുടെ ബേസ് ആൻഡ് നേച്ചർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ദി ഡൈമെൻഷൻസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. എക്കണോമിക്കലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്, പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്, അതേപോലെ തന്നെ കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സും വരുന്നുണ്ട്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സിനകത്ത് ഈ ഈൽഡ്, ക്യാപിറ്റൽ അപ്രീസിയേഷൻ, സേഫ്റ്റി, ലിക്വിഡിറ്റി, ഹെഡ്ജ് ആൻഡ് അഗൈൻസ്റ്റ് ഇൻഫ്ലേഷൻസ്, ടാക്സ് പ്ലാനിങ്, അപ്പം ഇങ്ങനെയുള്ള പോയിൻറ്റ്സും വരും. അത് കൂടാതെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനകത്തോട്ട് ഒരു ഇൻകം കിട്ടത്തില്ലേ, അപ്പം ഇൻകം ജനറേഷൻ, റിസ്കിൻ്റെ ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടായിരിക്കും. ഒരു എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ളൊരു ഫണ്ട് കൂടെ നമുക്ക് കിട്ടും. നമ്മളുടെ ടാക്സ് ലയബിലിറ്റി നമുക്ക് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ ഇപ്പോൾ നമ്മളുടെ ഒരു എമർജൻസി ഫണ്ടായിട്ട് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നു. ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റീസ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ തന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എഴുതാനായിട്ട് പറ്റുന്നതായിരിക്കും. അടുത്തത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രോസസ്സാണ്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രോസസ്സിൻ്റെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്രെയിമിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി. ഫ്രെയിമിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. നമ്മൾ തുടങ്ങുന്നൊരു ഫസ്റ്റ് സ്റ്റെപ്പായിരിക്കും ഈ ഒരു ഫ്രെയിമിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസീസ്. അതിനകത്ത് വരുന്നതാണ് ഡിറ്റർമിനേഷൻ ഓഫ് ഇൻവെസ്റ്റബിൾ ഫണ്ട് ഓർ ദി എമൗണ്ട് ടു ബി ഇൻവെസ്റ്റഡ്. നമ്മൾ എത്രമാത്രം എമൗണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ബേസ് ചെയ്തിരിക്കും ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ പ്രൊസീജിയർ എല്ലാം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒന്നാണ്. പിന്നെ അടുത്തതെന്ന് പറയുകയാണെങ്കിൽ ഡിസൈഡിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ്.
അതായത് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ അത് സെയിം അല്ല, അത് കോൺസ്റ്റൻ്റ് അല്ല, അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നതായിരിക്കും. അപ്പം നമുക്കൊരു ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കണം, പക്ഷേ അത് കോൺസ്റ്റൻ്റ് ആകില്ല, അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അടുത്തതെന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ദ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അസറ്റ്. അതായത് നമ്മളിപ്പം എങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് നടക്കുന്നതെന്നുള്ളൊരു രൂപം വേണം. അതായത് റെഗുലറായിട്ട് ഒരു റിട്ടേൺ കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണെങ്കിൽ നമ്മൾ ഡെപ്റ്റ് സെക്യൂരിറ്റിനകത്തൊക്കെ ആയിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അല്ല ഇപ്പം ഒരു ഷോർട്ട് ടൈം ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് അങ്ങനെ ഒരു റിട്ടേൺ ആണ് വേണ്ടതെങ്കിൽ മണി മാർക്കറ്റിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇത് ഇത്രയുമാണ് നമ്മളുടെ ഫ്രെയിമിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിക്കകത്ത് വരുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ പോളിസി ഏതാണോ അതിന് യോജിക്കുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസോ അല്ലെങ്കിൽ സ്ട്രാറ്റജീസോ ഒക്കെ നമ്മൾ ചൂസ് ചെയ്യുന്നു. അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നമ്മളുടെ സ്ട്രാറ്റജീസോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസൊക്കെ തന്നെ ഉണ്ട്. സോ നമ്മളുടെ പോളിസിക്ക് ഏതാണോ യോജിക്കുന്നത് അത് നമ്മൾ ചൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെക്യൂരിറ്റി അനാലിസിസ് ആണ്. സെക്യൂരിറ്റി അനാലിസിസ് എന്ന് പറയുകയാണെങ്കിൽ ഇത് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിനെ ആയിരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ഗോളുമായിട്ട് ഇത് ചൂസ് ചെയ്യുന്നതുമായിരിക്കണം. ഇതായിരിക്കും സെക്യൂരിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ പോർട്ട്ഫോളിയോ എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു പോർട്ട്ഫോളിയോ ഇവിടെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ളൊരു പോർട്ട്ഫോളിയോ നമ്മളിവിടെ ബിൽഡ് ചെയ്യുകയാണ്. എങ്ങനെയാണ് ഇത് ബിൽഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ എല്ലാം തന്നെ കമ്പൈൻ ചെയ്തുകൊണ്ട് നല്ലൊരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ളൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നതാണ്. ഇങ്ങനൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളുടെ റിസ്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കൺസ്ട്രക്ഷൻ ഓഫ് പോർട്ട്ഫോളിയോ നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ഒരു പോർട്ട്ഫോളിയോയുടെ പെർഫോമൻസ് എല്ലാം തന്നെ കറക്റ്റാണോ ഇല്ലയോ അതിനെ നമ്മൾ റെഗുലറായിട്ട് ഇങ്ങനെ അസസ് ചെയ്തുകൊണ്ടേയിരിക്കും, അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട്. സോ ഇതായിരിക്കും പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. പോർട്ട്ഫോളിയോ റിവിഷൻ എന്ന് പറയുകയാണെങ്കിൽ അഡ്ജസ്റ്റിങ് യുവർ പോർട്ട്ഫോളിയോ, അതായത് നമ്മളുടെ പോർട്ട്ഫോളിയോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലും നമ്മളുടെ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകത്തില്ല, ഇപ്പോൾ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് ആയാലും മാർക്കറ്റ് കണ്ടീഷൻ ആയാലും ചേഞ്ച് കൊണ്ടുകൊണ്ടേയിരിക്കും. അപ്പം ആ ഒരു ചേഞ്ചസിനനുസരിച്ച് പോർട്ട്ഫോളിയോ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നതായിരിക്കും. ഇതായിരിക്കും പോർട്ട്ഫോളിയോ റിവിഷൻ. ഇത്രയുമായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ പ്രോസസ്സ്: ഫ്രെയിമിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി, ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ്, സെക്യൂരിറ്റി അനാലിസിസ്, കൺസ്ട്രക്ഷൻ ഓഫ് പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ, പോർട്ട്ഫോളിയോ റിവിഷൻ. സ്പെക്കുലേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇതിന് ഹൈ റിസ്ക് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ സ്പെക്കുലേഷൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസൊക്കെ തന്നെ നമ്മൾ നടക്കുന്നു. ഇപ്പോൾ എന്തെങ്കിലും മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുകയാണെങ്കിൽ ഇൻവെസ്റ്റർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ തന്നെ ബൈ ചെയ്യുകയായിരിക്കും ഇവിടെ ചെയ്യുന്നത്. അപ്പം ഇതിന് ഹൈ റിസ്ക് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊരു പ്രെഡിക്ഷൻ ഒന്നും തന്നെ ഉണ്ടായിരിക്കത്തില്ല. ലോസും വേണമെങ്കിൽ സംഭവിക്കാവുന്നതുമാണ്. ഇതിനെയായിരിക്കും സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. ഗാംബ്ലിംഗ് ആണ് അടുത്തത്. ഗാംബ്ലിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഇതെന്ന് പറയുന്ന ഒരു ഗെയിം ഓഫ് ചാൻസ് ആണ്. അതായത് ഇതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, അൺസർട്ടൻ ആണ്. അതായിരിക്കും ഗാംബ്ലിംഗ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും അതിൻ്റെ റിട്ടേണിൻ്റെ ബേസിസിൽ ഫിക്സഡ് അല്ലെങ്കിൽ വേരിയബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, സെക്യൂരിറ്റി, നോൺ സെക്യൂരിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ഇൻകം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിരിക്കും. അതായത് നമുക്കിപ്പം ഒരു മണി നമ്മളൊരു അസറ്റിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും, പക്ഷേ ഒരു ഫിക്സഡ് റിട്ടേൺ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഒരു റിട്ടേൺ കിട്ടുന്നതിനെയായിരിക്കും നമ്മൾ ഫിക്സഡ് ഇൻകം ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്നതായിരിക്കും നമ്മളുടെ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഡിബഞ്ചേഴ്സ് എന്ന് പറയുകയാണെങ്കിലും ഇതും ഒരു ലോങ് ടൈം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും. നമ്മളത് ഇഷ്യൂ ചെയ്യുന്ന ആരാണെന്ന് വെച്ചാൽ കോർപ്പറേഷൻസ് ആയിരിക്കും. ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ നമുക്ക് ആ ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്ക് കിട്ടുന്നുമുണ്ട്. ഇനി അടുത്തതാണ് ബോണ്ട് എന്താണെന്ന്. ബോണ്ട് എന്ന് പറയുകയാണെങ്കിലും ഇതൊരു ഫിക്സഡ് ഇൻകം ആയിരിക്കും. ഇത് ഇഷ്യൂ ചെയ്യുന്നത് പബ്ലിക് അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ അണ്ടർടേക്കിംഗ് ആയിരിക്കും. ഇതിനെയായിരിക്കും ബോണ്ട്സ് എന്ന് പറയുന്നത്. അടുത്തത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ്. ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് പറയുകയാണെങ്കിൽ ഇതിപ്പം ഇഷ്യൂ ചെയ്യുന്നതും നമ്മളുടെ ഗവൺമെൻറ് ആണ്. അതേപോലെ ഇതിൻ്റെ റിസ്ക്കും ഭയങ്കര ലോ ആയിരിക്കും, നമുക്കൊരു റിട്ടേണും കിട്ടുന്നുണ്ടായിരിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇത് ഗ്യാരണ്ടി ചെയ്യുന്ന ആരാണെന്ന് വെച്ചാൽ RBI ആയിരിക്കും ഈ ഒരു ഗവൺമെൻറ് സെക്യൂരിറ്റീസിന് ഗ്യാരണ്ടി നിൽക്കുന്നത്. അതേപോലെ അടുത്തതാണ് മണി മാർക്കറ്റ് സെക്യൂരിറ്റീസ്.
മണി മാർക്കറ്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ ഇതെന്ന് പറയുന്ന ഒരു ഷോർട്ട് ടൈം ആയിരിക്കും, അതായത് ലെസ് ദാൻ 1 ഇയറിൻ്റെ ബേസിസിലൊക്കെ തന്നെ ഉള്ളതായിരിക്കും ഈ ഒരു മണി മാർക്കറ്റ് സെക്യൂരിറ്റീസ്. മണി മാർക്കറ്റ് സെക്യൂരിറ്റീസിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ട്രഷറി ബില്ല് വരുന്നതായിരിക്കും. ട്രഷറി ബില്ലെന്ന് പറഞ്ഞാലും ഇതൊരു ഷോർട്ട് ടൈം ആയിട്ടുള്ള ഡെപ്റ്റ് സെക്യൂരിറ്റീസ് ആണ്. അതേപോലെ ഇതും ഒരു ഫിക്സഡ് പീരീഡിലേക്കായിരിക്കും. അതേപോലെ സാധാരണ ഇതിൻ്റെ മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 1 ഇയർ അല്ലെങ്കിൽ 1 ഇയറോ അല്ലെങ്കിൽ ലെസ് ദാൻ 1 ഇയറോ ഒക്കെ തന്നെ ആകാനായിട്ട് ഉള്ള ചാൻസ് ഉണ്ടാകുന്നതാണ്. ഇനി അടുത്തതാണ് കൊമേഴ്ഷ്യൽ പേപ്പർ. കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നത് കോർപ്പറേഷൻസ് ഒക്കെ തന്നെ ആയിരിക്കും. അതേപോലെ എന്തെങ്കിലും നമുക്ക് ഇമ്മീഡിയറ്റായിട്ടുള്ള ഫണ്ടിങ് നീഡ്സിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഈ ഒരു കൊമേഴ്ഷ്യൽ പേപ്പർ ഉള്ളത്. അതേപോലെ ഇതൊരു ഷോർട്ട് ടൈം അൺസെക്യൂർഡ് ആയിട്ടുള്ള ഒരു പ്രോമിസറി നോട്ട്സും ആയിരിക്കും. ഇതായിരിക്കും കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്. അടുത്തത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. ഇതെന്ന് പറയുന്നത് ഇത് ഓഫർ ചെയ്യുന്ന ബാങ്ക്സ് ആയിരിക്കും. അതേപോലെ റിസ്ക് ഭയങ്കരമായിട്ട് കുറവായിരിക്കും. ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. മെച്യൂരിറ്റി പീരീഡിൻ്റെ ആ ഒരു ടൈമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ പ്രൈമറി എമൗണ്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതായിരിക്കും സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് റീപോസ് ആണ്. റീപോസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു എഗ്രിമെൻറ്റിൻ്റെ ബേസിസിൽ ഒരു സെക്യൂരിറ്റി സെല്ല് ചെയ്യുകയാണ്. അത് ഫ്യൂച്ചർ ഡേറ്റിൽ ഈ ഒരു സെല്ല് ചെയ്ത സെക്യൂരിറ്റി നമ്മൾ റീപർച്ചേസ് ചെയ്യും എന്നുള്ള ഒരു ബേസിസിലുള്ളതാണ് ഈ ഒരു റീപോസ് എന്ന് പറയുന്നത്. അടുത്തത് ബാങ്ക് ഡെപ്പോസിറ്റ് ആണ്. ബാങ്ക് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാലാണ് നമ്മളുടെ ഇപ്പം ഒരു എമൗണ്ട് ഓഫ് മണി നമ്മൾ സ്റ്റോർ ചെയ്യുകയാണ്, അതായത് ഒരു സേഫ് ആയിട്ടുള്ള പ്ലേസിൽ നമ്മളുടെ മണി നമ്മൾ അതവിടെ സേവ് ചെയ്യുക, ഒരു സ്റ്റോർ ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അപ്പം നമുക്ക് അതിനൊരു നമുക്കൊരു ഇൻട്രസ്റ്റ് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇതായിരിക്കും ബാങ്ക് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. നമ്മളുടെ ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി നമ്മൾ സ്റ്റോർ ചെയ്യുകയാണ് ഒരു സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ. ഇതാണ് ബാങ്ക് ഡെപ്പോസിറ്റ്. അടുത്തത് പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ്. ബാങ്ക് ഡെപ്പോസിറ്റ് പോലെ തന്നെയാണ് പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ്. ഒരു സേഫ് ആയിട്ടുള്ള പ്ലേസിൽ നമ്മളുടെ മണി നമ്മൾ സേവ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് സേവിങ്സ് അക്കൗണ്ട് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പോസ്റ്റ് ഓഫീസ് എന്നൊക്കെ പറയുമ്പോൾ സാധാരണ റൂറൽ ഏരിയാസിലാണ് കൂടുതലായിട്ട് കാണുന്നത്. അടുത്തത് ഇൻഷുറൻസ് സ്കീമാണ്. ഇൻഷുറൻസ് സ്കീം എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു ഇൻഷുറൻസ് കവറേജ് അവർ തരികയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു സ്പെസിഫൈഡ് റിസ്കിൽ നിന്നും ഒരു ഇൻഷുറൻസ് കവറേജ് അവർ പ്രൊവൈഡ് ചെയ്യുകയാണ്. അതിന് നമ്മളൊരു സർട്ടൺ പെർസെൻറ്റേജ് ഓഫ് ദ പ്രീമിയം എമൗണ്ട് നമ്മളവിടെ പേ ചെയ്തിരിക്കണം. നമ്മളൊരു പേ ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു പ്രീമിയം എമൗണ്ട് നമ്മളിങ്ങനെ പേ ചെയ്യണം. അതായത് ഒരു റിസ്കിൽ നിന്നും നമുക്കൊരു പ്രൊട്ടക്ഷൻ തരുന്നതിന് വേണ്ടിയിട്ട് ഒരു സർട്ടൺ എമൗണ്ട് നമ്മളിങ്ങനെ പ്രീമിയമായിട്ട് അടച്ചുകൊണ്ടേയിരിക്കണം. അടുത്തതെന്ന് പറയുമ്പോൾ വേരിയബിൾ ഇൻകം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. വേരിയബിൾ ഇൻകം ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഫിക്സഡ് ഇൻകം ഇൻവെസ്റ്റ്മെൻറ്റ്സിനേക്കാളും കുറച്ചുകൂടി റിട്ടേൺ കിട്ടുന്നതായിരിക്കും. അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ ഒരു ഓണർഷിപ്പ് ഓഫ് എ കമ്പനീസ് ആയിരിക്കും ഇത് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അതേപോലെ നമുക്കിപ്പോൾ ഒരു വോട്ടിംഗ് റൈറ്റ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വരുന്നതായിരിക്കും ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. അടുത്തത് ഹൈബ്രിഡ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഹൈബ്രിഡ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ ബോത്ത് ഡെപ്റ്റും അതേപോലെ തന്നെ ഇക്വിറ്റീസിനെയും കമ്പൈൻ ചെയ്തിട്ടുള്ളതായിരിക്കും നമ്മളുടെ ഒരു ഹൈബ്രിഡ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്നതാണ് പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുകയാണെങ്കിൽ ഇത് നമുക്ക് വോട്ടിംഗ് റൈറ്റ് ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതേപോലെ ഒരു ഫിക്സഡ് ഡിവിഡൻഡ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായിരിക്കും പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്തതെന്ന് പറയുന്നത് പാർഷ്യലി കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് ആണ്. അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്കിത് കൺവേർട്ട് ചെയ്ത് ഇക്വിറ്റീസോ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസോ ഒക്കെ തന്നെ ആക്കി മാറ്റാനായിട്ട് പറ്റുന്നുണ്ട്. അടുത്തത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു നോട്ടാണ്. അതായത് ഇതൊരു സ്ട്രക്ചർഡ് ആയിരിക്കും. നമ്മുടെ ഫിനാൻഷ്യൽ പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ നമ്മൾ സ്ട്രക്ചേർഡ് മണ്ണിലാക്കുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ടാണ്, ഒരു റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഗോൾഡാണ്. ഗോൾഡ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. ഇപ്പോൾ ഇൻഫ്ലേഷനിൽ നിന്നോ ഡിക്ലൈനിൽ നിന്നൊക്കെ ഒരു പ്രൊട്ടക്ഷൻ നൽകിയായിരിക്കും ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ വില ഒത്തിരി താന്നും പോകത്തില്ല. ഒരു ആവറേജ് ഒരു വില അതിൽ നിൽക്കുന്നതായിരിക്കും ചെയ്യുന്നത്. സോ ഗോൾഡ് എന്ന് പറയുന്നത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിരിക്കും. അതിന് ചെറിയ ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പം ഹൈ മേക്കിംഗ് ചാർജസ് ആണ് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ലെസ് റീസെയിൽ വാല്യൂ, നമുക്ക് ഒന്നുകൂടെ വിൽക്കാൻ നേരം അതിൻ്റെ വില കുറയും. പിന്നെ ഒരു റെഗുലർ ആയിട്ടൊരു ഇൻകം അല്ല. അതേപോലെ നമുക്കിപ്പോൾ ഫിസിക്കലായിട്ടും നല്ല ഒത്തിരി ക്വാണ്ടിറ്റിയിലുള്ളതാണെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നതായിരിക്കും. നോ ടാക്സ് ആൻഡ് അഡ്വാൻറ്റേജസ് ഒന്നും തന്നെ കിട്ടുന്നില്ല. അതേപോലെ തന്നെ നമ്മളുടെ ജ്വല്ലറി കോയിനുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ധാരാളം ഗുണമുണ്ട്. കാരണം കോയിൻ എന്ന് പറയുകയാണെങ്കിൽ അതിന് പ്യൂരിറ്റി ഉണ്ടായിരിക്കുന്നതായിരിക്കും. പിന്നെ നോമിനേഷൻ വരുന്നുണ്ട്, അതായത് അതിൻ്റെ സൈസിൻ്റെ കാര്യമാണ് പറയുന്നത്. സൈസ് നമുക്ക് പ്രശ്നമല്ല. അതേപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത് നോ മേക്കിംഗ് ചാർജസ്. ഇത് നമുക്ക് അധികം മേക്കിംഗ് ചാർജസ് ഒന്നും തന്നെ ഇതിന് വേണ്ടിയിരുന്നില്ല. അടുത്തതെന്ന് പറയുന്നത്
ഗോൾഡ് ETF അല്ലെങ്കിൽ ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് സ്റ്റോക്ക് പോലെ തന്നെ നമുക്കും ഈ ഒരു ETF നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അതായത് നമുക്കിപ്പോൾ ഒരു ഫിസിക്കൽ ഗോൾഡ് അല്ലാതെ ഒരു മെറ്റൽ അല്ലാതെ നമുക്ക് അല്ലാതെ ഈസി വേയിൽ നമുക്ക് ഒരു ഓണർഷിപ്പ് നമുക്ക് കിട്ടുന്നതായിരിക്കും ഇതെന്ന് പറയുന്നത്. ഒരു ഫിസിക്കലായിട്ടുള്ളൊരു മെറ്റൽ അല്ല, നമ്മളല്ലാതെ ഒരു ഗോൾഡ് നമുക്ക് കിട്ടുന്നതായിരിക്കും, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഏകദേശം ഇതിൻ്റെ വാല്യൂ എന്ന് പറയുമ്പം ഈ ഒരു ഗോൾഡിൻ്റെ പ്രൈസ് പോലെ തന്നെ സെയിം ആയിരിക്കും ഈ ഒരു ETF-ൻ്റെ വാല്യൂ. അതായത് നമുക്കൊരു ഫിസിക്കലായിട്ടുള്ളൊരു മെറ്റൽ അല്ലാതെ തന്നെ ഒരു ഗോൾഡ് നമുക്ക് സ്റ്റോർ ചെയ്യാം അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറയുന്നതിനെയായിരിക്കും ഗോൾഡ് ETF എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് SGB ആണ്. SGB എന്ന് പറയുകയാണെങ്കിൽ നമുക്കിപ്പം ഇതിപ്പോൾ ഇനിഷ്യേറ്റീവ് നൽകുന്ന ആരാണെന്ന് വെച്ചാൽ ഇത് ഗവൺമെൻറ് കൊണ്ടുവന്നതായിരിക്കും, ഇൻഡിവിജ്വൽസിനായിരിക്കും ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് പേർപ്പർലെസ് ആയിട്ട് നമുക്കിപ്പം ഉള്ളതാണിത്. അതായത് ഒരു ഫിസിക്കൽ ഗോൾഡ് അല്ലാതെ തന്നെ പേപ്പർലെസ് ആയിട്ടുള്ള ഇതായിരിക്കും ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ നമുക്കൊരു ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു സ്കീമിൻ്റെ ലക്ഷ്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ ഫിസിക്കൽ ഗോൾഡില്ലേ, ആ ഒരു ഫിസിക്കൽ ഗോൾഡിൻ്റെ അതിൻ്റെ ഒരു ഡിമാൻഡ് റെഡ്യൂസ് ചെയ്യാനും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സേവിങ്സ് കൊണ്ടുവരാനായിട്ട് വേണ്ടിയിട്ടാണ്, പ്രൊമോട്ട് ചെയ്യുകയാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് പേപ്പർലെസ് ആയിട്ടുള്ളൊരു സേവിങ്സ് ആണ്, നമുക്കൊരു ഫിസിക്കൽ ഗോൾഡ് അല്ലായിരിക്കും നമ്മളിപ്പം സേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അതിനൊരു ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതായിരിക്കും SGB. അടുത്തെന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് കുറഞ്ഞ വിലയിൽ വാങ്ങിയിട്ട് നമ്മൾ വലിയ വിലയിൽ വിൽക്കുന്നത് തന്നെയായിരിക്കും റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് സെക്യൂരിറ്റി അല്ലെങ്കിൽ നോൺ സെക്യൂരിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. സെക്യൂരിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതിനെയായിരിക്കും നമ്മൾ സെക്യൂരിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നോൺ സെക്യൂരിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമുക്ക് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റത്തില്ല, അതിനെയായിരിക്കും നമ്മൾ നോൺ സെക്യൂരിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിരിക്കും. അപ്പം ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റർ ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുകയാണെങ്കിൽ അവർ തന്നെ നടത്തുകയാണെങ്കിൽ അതിനെ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണെന്ന് പറയുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇൻ്റർമീഡിയറിയുടെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മളിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനെ ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഇപ്പം ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് മൊഡ്യൂള്. അടുത്തതെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റാണ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു പ്ലാറ്റ്ഫോമാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോമാണെന്ന് വെച്ചാൽ നമ്മളുടെ ബയേഴ്സിനും സെല്ലേഴ്സിനും ഫിനാൻഷ്യൽ അസറ്റ് സെല്ല് ചെയ്യാനും ബൈ ചെയ്യാനും ഒക്കെ തന്നെ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയുകയാണെങ്കിൽ സ്റ്റോക്ക്, ബോൺസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയുന്നത്. അപ്പം ബയേഴ്സിനും സെല്ലേഴ്സിനും വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റ്. അതേപോലെ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ രണ്ടായിട്ടാണ് ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളത്, പ്രൈമറി മാർക്കറ്റ് എന്നും സെക്കൻഡറി മാർക്കറ്റ് എന്നും. പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇഷ്യൂയിങ് ന്യൂ സെക്യൂരിറ്റീസ് ആയിരിക്കും ഇവിടെ ഇഷ്യൂ ചെയ്യുന്നതും അതേപോലെ തന്നെ സോൾഡ് ചെയ്യുന്നതും എല്ലാം തന്നെ. പക്ഷേ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി ഇഷ്യൂ ചെയ്തതായിരിക്കും നമ്മൾ പിന്നീട് ട്രേഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, മണി മാർക്കറ്റ് എന്നും ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും. മണി മാർക്കറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇത് ഷോർട്ട് ടൈം ആയിരിക്കും, ലെസ് ദാൻ 1 ഇയറിന് താഴെയുള്ളതായിരിക്കും നമ്മളുടെ ഈ ഒരു മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ട്രഷറി ബില്ല്, കൊമേഴ്ഷ്യൽ ബില്ല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തായിരിക്കും വരുന്നത്. അതേപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് ആണെങ്കിൽ ലോങ് ടൈം ആയിരിക്കും. അതെന്ന് പറയുകയാണെങ്കിൽ സ്റ്റോക്ക്, ബോൺസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളുടെ ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിനകത്ത് വരുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഓൺലൈൻ ട്രേഡിംഗ് ആണ്. ഓൺലൈൻ ട്രേഡിംഗ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളുടെ ഫിനാൻഷ്യൽ അസറ്റ്സുകൾ നമ്മൾ ബൈ ചെയ്യുകയോ സെല്ല് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് ഒരു ഇൻ്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ടാണെങ്കിൽ ഈ ഒരു ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക്, ബോൺസ്, കമ്മോഡിറ്റീസ് ഇതെല്ലാം തന്നെ ബൈ ചെയ്യുന്നതും സെല്ല് ചെയ്യുന്നതും എല്ലാം തന്നെ ഒരു ഇൻ്റർനെറ്റ് പ്ലാറ്റ്ഫോം വഴിയാണെങ്കിൽ ഇതിനെയായിരിക്കും ഓൺലൈൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് ഓൺലൈൻ ട്രേഡിംഗ് അക്കൗണ്ടാണ്. ഓൺലൈൻ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇത് ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ടൂളാണ് നമ്മളുടെ ഓൺലൈൻ ട്രേഡിംഗ് അക്കൗണ്ട്. അതായത് ഇപ്പം ഒരാൾക്ക് അയാളുടെ പോർട്ട്ഫോളിയോ ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ അത് ഇപ്പം എക്സിക്യൂട്ട് ചെയ്യുന്നതിനും മാനേജ് ചെയ്യുന്നതിനും ഒക്കെ തന്നെ അയാളുടെ മൊബൈൽ ഫോണോ കമ്പ്യൂട്ടേഴ്സോ ഒക്കെ തന്നെ ആ ഒരു കംഫോർട്ട് സോൺ ഉപയോഗിച്ചുകൊണ്ട് നോക്കാനായിട്ട് പറ്റുന്നു. അതേപോലെ ഇപ്പം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മോണിറ്ററൊക്കെ തന്നെ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇതായിരിക്കും ഓൺലൈൻ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്.
അടുത്തതെന്ന് പറയുന്നത് ഡിമാറ്റ് അക്കൗണ്ടാണ്. ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു ഇലക്ട്രോണിക് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ആയിരിക്കും ഈ ഒരു ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. നമ്മളുടെ ബൈയിങ്ങും സെല്ലിങ്ങും ഒക്കെ ആക്ടിവിറ്റീസ് ഭയങ്കര സിംപ്ലിഫൈ ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്, വളരെ സെക്യൂറായിട്ട് സിംപ്ലിഫൈ ചെയ്യുന്നു. അതേപോലെ നമ്മൾ ഈ ഫിനാൻഷ്യൽ അസറ്റ്സ് ഒക്കെ ഇല്ലേ, ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് ഒക്കെ തന്നെ, അതെല്ലാം തന്നെ ഹോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോണിക് ഫോമിൽ ഇത് ഹോൾഡ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ഇതായിരിക്കും ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഡെപ്പോസിറ്ററി സിസ്റ്റമാണ്. ഡെപ്പോസിറ്ററി സിസ്റ്റം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളുടെ സെക്യൂരിറ്റീസ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ, ട്രാൻസ്ഫർ ചെയ്യാൻ, ട്രേഡ് ചെയ്യാൻ, അങ്ങനെയൊക്കെ ഇത് അലോ ചെയ്യുന്നുണ്ട്. അതിനൊന്നും ഒരു ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് വേണ്ട എന്നാണ് ഇത് പറയുന്നത്, ഡെപ്പോസിറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് ഇലക്ട്രോണിക്കലായിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം, ട്രേഡ് ചെയ്യാം ഈ ഒരു സെക്യൂരിറ്റീസ് എല്ലാം തന്നെ. അതിനൊരു ഫിസിക്കലായിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് പറയുന്നതാണ് ഈ ഒരു ഡെപ്പോസിറ്ററി സിസ്റ്റം. അടുത്തതെന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ബോറോ ചെയ്യുന്ന മണിക്കോ അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് അതിൻ്റെ റിട്ടേൺ ആയിട്ട് കിട്ടുന്നതിനോ ഒക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ കൊടുക്കുന്നത്, ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നത്. അതേപോലെ തന്നെ ഇതെന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് കാണും, ആ ഒരു പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ പെർസെൻറ്റേജിനായിരിക്കും ഇപ്പം നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. ഇപ്പം നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ ബോറോ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതിൻ്റെ റിട്ടേൺ കിട്ടുന്നു, അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടെ ആയിരിക്കും സാധാരണ ഇൻട്രസ്റ്റ് റേറ്റ് കാണുന്നത്. അപ്പം ആ ഒരു നമുക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് കാണും, ആ ഒരു പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ സർട്ടൻ പെർസെൻറ്റേജിനായിരിക്കും, അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ആയിരിക്കും നമ്മളുടെ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ഈ ഒരു ഇൻഫ്ലേഷൻസ് ഒന്നും തന്നെ അഡ്ജസ്റ്റ് ചെയ്യാതെ വരുന്ന ഇൻട്രസ്റ്റിനെയായിരിക്കും നമ്മൾ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. അടുത്തത് റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഈ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള റേറ്റിനെ ആയിരിക്കും നമ്മൾ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. അതേപോലെ ഈ ഒരു റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നതാണെങ്കിൽ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്നും നമ്മളുടെ ഇൻഫ്ലേഷൻ റേറ്റ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും നമ്മളുടെ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് ബേസ് റേറ്റ് ആണ്. ബേസ് റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു മിനിമം റേറ്റിനെ ആയിരിക്കും നമ്മൾ ബേസ് റേറ്റ് എന്ന് പറയുന്നത്. ഇത് കൊണ്ടുവന്നിട്ടുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇത് എന്നാണ് എഫക്റ്റീവിൽ വന്നതെന്ന് വെച്ചാൽ ജൂലൈ 2011 ഇത് വന്നിട്ടുള്ളത്. അതേപോലെ ഈ ഒരു ബേസ് റേറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മോണിറ്ററി പോളിസീസ് വഴി നമ്മളുടെ എക്കണോമിക് ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ ഇപ്പം നമുക്ക് ഇൻഫ്ലേഷൻസ് ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനും ഒക്കെ ആയിട്ടാണ് ഈ ഒരു ബേസ് റേറ്റ്. അടുത്തതെന്ന് പറയുന്നത് ലിബർ ആൻഡ് ലിബിഡ് ആണ്. ലിബർ എന്ന് പറയുകയാണെങ്കിൽ ലണ്ടൻ ഇന്ത്യൻ ബാങ്ക് ഓഫേർഡ് റേറ്റ് ആണ്. ഈ ഒരു ലിബർ എന്ന് പറയുക എന്താണെന്ന് വെച്ചാൽ ഇപ്പം ലണ്ടനിലുള്ള ബാങ്കുകൾ പരസ്പരം വില്ലിംഗ് ആണ് അവരുടെ മണി ലെൻഡ് ചെയ്യാനായിട്ട്. ലണ്ടനിലുള്ള ബാങ്കുകൾ പരസ്പരം വില്ലിംഗ് ആയിട്ട് അവരുടെ മണി ലെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു മണി വായ്പ കൊടുക്കുകയാണ് ചെയ്യുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഇതിനെ ആയിരിക്കും, ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റിനെ ആയിരിക്കും നമ്മൾ ലിബർ എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് ലിബിഡാണ്. ലിബിഡ് എന്ന് പറയുകയാണെങ്കിൽ ലണ്ടനിലുള്ള ബാങ്കുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മണി ബോറോ ചെയ്യാനായിട്ട് വില്ലിങ് ആവുകയാണെങ്കിൽ അതിനെ ലിബിഡ് എന്ന് പറയുന്നു. അപ്പം ലിബർ എന്ന് പറയുകയാണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലെൻഡ് മണി, അതായത് വായ്പ കൊടുക്കാനായിട്ട് വില്ലിങ് ആവുന്നതിനെയും, ലിബിഡ് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മണി ബോറോ ചെയ്യാനായിട്ട് വില്ലിങ് ആവുന്നതിനെയാണ് ലിബിഡ് എന്ന് പറയുന്നത്. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നിർത്താം. എന്നിട്ട് ബാക്കി മൊഡ്യൂൾസും അതേപോലെ ബാക്കിയുള്ള സബ്ജക്ട്സും എല്ലാം തന്നെ ഇനി നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.